ഈസ പറയുന്ന മൂന്നാമത്തെ കാര്യം അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം പഴയ നിയമത്തിലെ യുദ്ധങ്ങളെ സംബന്ധിച്ചാണ്. പഴയ നിയമത്തിലെ യുദ്ധങ്ങളെ അള്ളാഹുവും മുഹമ്മദുമായിട്ട് കൂട്ടിച്ചേർത്ത് അത് തമ്മിൽ ടാലിയാക്കാനാണ് ഈസ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു തെറ്റുമില്ല. പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളാണ്. യഹോവയും യേശുവും ഒന്ന് തന്നെയല്ലേ, അപ്പോൾ യേശുവും അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈസ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഈസയോട് നമുക്ക് പറയാനുള്ളത്, അള്ളാഹു മുഹമ്മദും ചെയ്തത് ബൈബിളുമായിട്ട് കൂട്ടിക്കെട്ടി, അല്ലെങ്കിൽ യഹോവയായ ദൈവവുമായിട്ട് കൂട്ടിക്കെട്ടി ഇതിനെ ടാലിയാക്കാൻ ശ്രമിക്കുന്ന ഏർപ്പാട് അത് കയ്യിൽ വെച്ചാൽ മതി. കാരണം പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ ഈസ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കനാനിലെ വിവിധ ജാതികളെ ദൈവം ശിക്ഷിക്കുന്നത് അവരുടെ പലതരത്തിലുള്ള പാപങ്ങൾ കാരണമായിരുന്നു. അതിലൊന്നായിരുന്നു മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നത്. മറ്റൊന്നായിരുന്നു പരസ്യമായിട്ടുള്ള ലൈംഗികത. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നടക്കുമ്പോൾ കനാനിൽ ഭാര്യയെ വെച്ചു മാറുന്നത് പോലുള്ള അത്തരത്തിലുള്ള ലൈംഗിക ആരാധനകൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ ദേവീദേവന്മാരോട് ബന്ധപ്പെട്ട ആരാധനകളായിരുന്നു. അപ്പൊ അങ്ങനെ ലൈംഗികതയെ പബ്ലിക്കാക്കുന്ന അപ്പനെന്നോ അമ്മയെന്നോ മക്കളെന്നോ വ്യത്യാസമില്ലാതെയുള്ള ലൈംഗികത അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം പാപങ്ങളെയാണ് ദൈവം ശിക്ഷിക്കുന്നത്. അവിടെയാണ് ഇസ്രയേലിനെ ആ പ്രദേശം കൈവശമാക്കുവാൻ, അവിടേക്ക് കുടിയേറുവാൻ ദൈവം അനുവദിക്കുന്നത്. ഇസ്രയേലിനെ ദൈവം ശിക്ഷിക്കുന്നില്ലേ? ഈ സമാനമായ പാവങ്ങൾ ഇസ്രയേലിലേക്ക് എപ്പോൾ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കഠിനമായിട്ട് ഇസ്രയേലിനെയും ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. അത് വിവിധ സന്ദർഭങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ബാബിലോണിലേക്ക്, മേദ്യ പേർഷ്യയുടെ കീഴിൽ, റോമിന്റെ കീഴിൽ, അതിനു മുമ്പ് ഗ്രീക്കുകാരുടെ കീഴിലൊക്കെ ഇവർ പ്രവാസികളായിട്ടിരുന്നിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന വിവിധ ജാതികളെയും ഒരുപോലെ ദൈവം ശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ്, ന്യായവിധി നടത്തുകയാണ്. തീക്ഷ്ണതയുള്ള ഒരു ദൈവത്തെ, എരിവുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണാം. അതുപോലെയാണോ അള്ളാഹു? അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുരുഷന്മാരെ കൊന്നുകളഞ്ഞിട്ട് സൗന്ദര്യമുള്ള സ്ത്രീകളെ കൈവശമാക്കുവാൻ പറഞ്ഞ അള്ളാഹു, അതുപോലെ തന്നെ വളർത്തു മകന്റെ ഭാര്യയെ മുഹമ്മദ് കൈവശമാക്കുന്നത്, സ്ത്രീകളെ ലൈംഗിക അടിമകളായിട്ട് വിൽക്കുന്നത്, വാങ്ങുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഹമ്മദിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, തൻ്റെ ശത്രുക്കളെ പോലും, അവരുടെ ശവശരീരങ്ങളെ പോലും മുഹമ്മദ് നിന്ദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുല കുടിക്കുന്ന ശിശുക്കളുള്ള സ്ത്രീയെ വ്യക്തിവൈരാഗ്യത്തിന് പേരിൽ, അവരെ മാത്രമല്ല മറ്റൊരു സ്ത്രീയെ ഒട്ടകങ്ങൾക്കിടയിൽ 2 കാലുകൾ ചേർത്ത് കെട്ടി അവരുടെ കാലുകൾ ഇരുവശത്തേക്കും വലിച്ചു കൊണ്ടുപോകുന്ന ദയനീയമായ കാഴ്ചകളും നമുക്ക് ഹദീസുകളിൽ, അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതൊരു ധാർമ്മികമായിട്ടുള്ള നിലപാടാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അള്ളാഹുവാണ് ഇതിൻ്റെ ഉത്തരവിറക്കിയിരിക്കുന്നത്, മുഹമ്മദിനെ ആയത്തിറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുഹമ്മദിനെ സംരക്ഷിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ മുഹമ്മദ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത്തരം കാര്യങ്ങളല്ല പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ അവരുടെ പാപങ്ങൾ നിമിത്തം ദൈവം ശിക്ഷിക്കുന്നതാണ്. ഇസ്രയേലിനെയും മറ്റ് ജനസമൂഹങ്ങളെയും ഒരുപോലെ ശിക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതങ്ങനെയല്ല. ഇത് മുഹമ്മദിന് മാത്രം ഫേവറായി ചിന്തിക്കുന്ന, അനുകൂലമായി ചിന്തിക്കുന്ന, മറ്റുള്ളവരെ എല്ലാം മുഹമ്മദിന്റെ ഇംഗിതത്തിന് വേണ്ടി, താല്പര്യത്തിന് വേണ്ടി ശിക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരെ അതിന് മുഹമ്മദിന് വേണ്ടിയുള്ളവരാക്കി തീർക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പഴയ നിയമത്തിൽ യഹൂദ മതത്തിലേക്ക് മതം മാറാത്തതുകൊണ്ട് ആരെയും കൊന്നിട്ടില്ല. ഇവിടെ അങ്ങനെയാണോ? അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. മതം മുഴുവനും അള്ളാഹുവിനാകുന്നത് വരെ കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിലുള്ള കൊല അള്ളാഹു അനുവദിച്ചു. പഴയ നിയമത്തിൽ ഒരിടത്ത് പോലും നമ്മൾ അങ്ങനെ കാണുന്നില്ല. യഹോവയായ ദൈവത്തെ ആരാധിക്കാത്തതിന്റെ പേരിലല്ല അവരെ ഒന്നും ശിക്ഷിച്ചത്. അങ്ങനെ ഒരു മിഷണറി മതമല്ല യഹൂദ മതമെന്ന് ഈസയ്ക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലല്ല ഇസ്ലാം. അപ്പം ഇതും രണ്ടും കൂടി കൂട്ടിക്കെട്ടിയാൽ എങ്ങും എത്തില്ല എന്ന് ഈസാ മുഹമ്മദ് മനസ്സിലാക്കണം. ഇനി ക്രൈസ്തവരെ സംബന്ധിച്ച്
ഞാൻ പഴയ നിയമത്തിൻ്റെ ആ പശ്ചാത്തലമാണ് പറഞ്ഞത്. ക്രൈസ്തവരെ സംബന്ധിച്ച് പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ ഞങ്ങളതൊരിക്കലും അതിൻ്റെ ഹിസ്റ്ററി ഉൾക്കൊള്ളുന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, വാളെടുത്ത് അതുപോലെ പെരുമാറാൻ ഉള്ളതാണോ? അല്ല. യേശു പറഞ്ഞ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാണ് പറഞ്ഞത്. ആ യുദ്ധങ്ങളെയൊക്കെ ഞങ്ങൾ ആത്മീക യുദ്ധങ്ങൾ എന്ന നിലയിൽ ഈ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പിറകോട്ട് തിരിഞ്ഞാണ് നോക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, പഴയ നിയമത്തെ അതിൻ്റെ ലിറ്ററൽ സെൻസിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ക്രൈസ്തവർ എടുക്കുന്നില്ല. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടത് അക്ഷരാർത്ഥത്തിലും അല്ലാത്തത് ആത്മീകാർത്ഥത്തിലുമാണ് എടുക്കേണ്ടത്. കാരണം അത് ഭാഗികമായിട്ടുള്ള വെളിപ്പാടാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചും ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വെളിപ്പാട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഈസ ക്രിസ്ത്യൻ തിയോളജി നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഈസ പറയുന്നത് ഞങ്ങളൊന്നും പോരാത്തവരാണ്, ഞങ്ങളൊന്നും പഠിക്കാത്തവരാണെന്നൊക്കെയാണ് ഈസ പറയുന്നത്. നമ്മളിത് ഈസ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ഈസ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ഏതാണ്ട് ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുണ്ട്, ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ അങ്ങനെ തന്നെ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഈ വിമർശനത്തിന് അതൊന്നും നിർബന്ധമില്ല. പരന്നൊരു വായന പഠനമൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ വിമർശനങ്ങളൊക്കെ ആകാം. പക്ഷെ ഈസ പറയുന്നത് ഞങ്ങൾ ആരും പോരാത്തവരാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഈസയ്ക്ക് അത്തരത്തിലൊരു അക്കാദമിക് ഡിഗ്രി ഉണ്ടോ ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ? എൻ്റെ അറിവിലില്ല. ഇനി അടുത്ത കാലത്ത് എടുത്തോന്ന് അറിയത്തില്ല. ക്രൈസ്തവ ശാസ്ത്രത്തിലുണ്ടോ? ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ഉണ്ടോ? ഇല്ല, അതുമില്ല. ഈസ ഒരു ലാബ് ടെക്നീഷ്യനാണ്. അതൊരു മോശം ജോലിയുമല്ല, ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈസ പറയുന്നത് ഞങ്ങൾ പോരാത്തവരാണ്, കുറഞ്ഞവരാണെന്ന് പറയുമ്പോഴാണ്. അപ്പം ഞങ്ങൾ ഈസാ മുഹമ്മദിനോട് പറയുകയാണ്, ധൈര്യമായിട്ടൊരു സംവാദത്തിന് വരിക. ഈ പ്രതികരണം ഒരു പ്രാഥമിക പ്രതികരണം മാത്രമാണ്, ഒരു സാമ്പിൾ വെടിക്കെട്ടെന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള സംഭവമാണ്. സാമ്പിളായിട്ടുള്ള കാര്യം. ഇതിൻ്റെ കനം കൂടിയ ഐറ്റംസ് കാത്തുവെച്ചിട്ടുണ്ട്. ഈസ സംവാദത്തിനായിട്ട് വരുമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ തുടർ പ്രതികരണം ഉണ്ടാകുമെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയും ഈസ അങ്ങനെ ഒരു പ്രതികരണത്തിന് മുതിരുന്നില്ലെങ്കിലും ക്രൈസ്തവ വിശ്വാസികൾ പഠിക്കാൻ വേണ്ടി അല്പം കഴിഞ്ഞ് ഇതിനുള്ള ഈസ പറയുന്ന ഓരോ വിഷയത്തിനെയും അപഗ്രഥിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ഒരു മറുപടി, വിശദമായ മറുപടികൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈസാ മുഹമ്മദ് ക്രൈസ്തവതയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, ബൈബിളിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, യേശു ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, ക്രിസ്തീയ വിശ്വാസത്തെ ശരിയായി പഠിക്കാതെ മനസ്സിലാക്കാതെയാണ്, അതിൻ്റെ പശ്ചാത്തലമൊന്നും മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത്. എന്ന് മാത്രമല്ല, താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തെ ഒരിക്കലും ക്രൈസ്തവ വിശ്വാസത്തെ പരിശോധിക്കുന്നത് പോലെ ലോജിക്ക് വെച്ച് താൻ പരിശോധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക എന്താണെന്ന് പറഞ്ഞാൽ, മുഹമ്മദ് ഈസ സംവാദങ്ങൾക്ക് സന്നദ്ധനല്ല. ഞങ്ങൾ അത്തരം സംവാദങ്ങൾക്ക് സന്നദ്ധരാണ്. പൗലൂസിൻ്റെ വിഷയത്തിലാണെങ്കിലും, തൃത്വം സംബന്ധിച്ചുള്ള വിഷയത്തിലാണെങ്കിലും, ന്യായപ്രമാണം സംബന്ധിച്ചുള്ള വിഷയത്തിലാണെങ്കിലും ഞങ്ങൾ സന്നദ്ധരാണ്. എന്നാൽ തത്തുല്യമായ ഇസ്ലാമിക വിഷയം കൂടി വെച്ച് വേണം അത്തരം സംവാദങ്ങൾ നടത്താൻ. മുഹമ്മദ് ഈസ അതിന് വില്ലിങ് അല്ല. ക്രൈസ്തവ വിശ്വാസത്തെ നിരന്തരമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, തൃത്വം സംബന്ധിച്ച് മുഹമ്മദ് ഈസയുടെ വാദങ്ങൾ ഒരു കാലത്തും ക്രൈസ്തവർ വിശ്വസിച്ചിട്ടില്ല. ന്യായപ്രമാണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിനും മുഹമ്മദിനും ന്യായപ്രമാണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പൗലൂസിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ പൗലൂസിനെ അള്ളാഹുവും മുഹമ്മദും നല്ലവനായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനും മുഹമ്മദിനും ഇല്ലാത്തൊരു വാദമാണ് മുഹമ്മദ് ഈസ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വികലവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊന്നും പറയാനില്ല. മറിച്ച് അദ്ദേഹം സംവാദങ്ങൾക്കായിട്ട് എൻ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.